ഇറ്റ്സ് മീ റിനൂസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബൈക്കാണ്, ഒരു മോഡിഫൈ ചെയ്ത ബൈക്കാണ്. ബജാജിന്റെ RS 200 ആണ് കേട്ടോ. കമാൺ കമാൺ, നല്ല സ്റ്റൈലില്ലേ കാണാൻ? നമ്മള് ഇതിനു മുന്നേ ഒരു ജീപ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർക്കാരന്റെ ജീപ്പ്. അതേ തൃശ്ശൂർക്കാരന്റെ വണ്ടി തന്നെയാണ് ഈ RS 200. എന്തൊക്കെയാണ് ഈ മോഡിഫിക്കേഷൻ ഇതിൽ ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ട ഒരാളുണ്ട്, വിഷ്ണു. തൃശ്ശൂർക്കാരൻ വിഷ്ണുവിനെ നമുക്ക് പരിചയപ്പെടാം. കമോൺ വിഷ്ണു. വിഷ്ണു, നമ്മള് ഇതിന് എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വ്യൂവേഴ്സിന് നമുക്ക് പറഞ്ഞു കൊടുക്കാനാണ്. ഇത് കമ്പനി കളർ തന്നെയാണോ? യെല്ലോ? ഇതെല്ലാം കമ്പനി വന്നിട്ടുള്ള കളറാണ്. ഇതിൽ മാറ്റം നമ്മൾ വരുത്തിയിട്ടില്ല. അഡീഷണൽ കുറച്ച് ഫിറ്റിങ്സ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഷീൽഡ് നമ്മൾ മാറ്റിയിട്ടുണ്ട് മൊത്തം. ഇത് മൊത്തമായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ 2 LED മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ 2 ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ഒരു റിംഗ് ലൈറ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ കണ്ണ് പോലെ. അതെ അതെ അതെ, അത് 2 നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു സാറ്റലൈറ്റ് ഡബിൾ സ്റ്റാർ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിനൊരു സെപ്പറേറ്റ് സ്വിച്ച് നമ്മളോട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 4 ഇൻഡിക്കേറ്റർ, അതെ 4 ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും. അതിനൊരു അണ്ടർബില്ല് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഈ സൈഡിലാണ് അതിൻ്റെ ഇത് വരുന്നത്. ഇവിടെ ഫുള്ളായിട്ട് ഒരു കിറ്റ് ഇതാണ്. ഈ ഒരു കിറ്റ് ഫുൾ പോർഷൻ, ഈ ഫുൾ പോർഷൻ ഇവിടെ അപ്പർ സൈഡിലും ഉണ്ട്. 2 സൈഡിലും നമ്മൾ ഇതിന്റെ ഫുൾ കിറ്റ് നമ്മൾ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിന് പ്രോ ഡിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വെച്ച് കഴിഞ്ഞാൽ വീലിന്റെ ഉള്ളിൽ ഈ കാണുന്ന പ്രോ ഡിസ്ക് നമ്മൾ ഇതിന് ചെയ്തിട്ടുണ്ട്. ഷോക്ക് വേണ്ടി വെക്കണതാണ്. അത് വേറെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അതിനനുസരിച്ച് നമുക്ക് ബാക്കിലും നമ്മള് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിക്കർ വർക്കുകൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഈ പ്രോ ഡിസ്കുമ്പോ തന്നെ ഡിസൈനിൽ നമ്മള് റഫ്ലക്ടറിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ വീലിന്റെ എല്ലാവിധ ഭാഗങ്ങളിലും റഫ്ലക്ടർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. രാത്രിയിൽ പോകുമ്പോ നല്ല രസമായിരിക്കും. പിന്നെ ഈ പ്രോ ഡിസ്ക് വേറെ കാര്യമുണ്ട്, റണ്ണിങ്ങിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും വണ്ടി. സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് റണ്ണിങ്ങിൽ വണ്ടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതെ, പിന്നെ ഈ ഗ്രിപ്പ് നമ്മൾ 2 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും വണ്ടിയുടെ കളറിനനുസരിച്ചുള്ള തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ അണ്ടർബിളി ചെയ്യുന്ന ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മള് വണ്ടിയുടെ കളറിൽ പെയിന്റ് അടിച്ചിട്ടുള്ളതാണ്. അത് അതെ അതെ, അത് ഷോപ്പിൽ നിന്ന് വരുമ്പോ നമുക്ക് പെയിന്റ് ചെയ്തിട്ടൊന്നല്ല വരിക, നമ്മള് എടുത്തിട്ട് ചെയ്യണം. അതാണ് അതിലെ ഇത്. ബാക്കിയെല്ലാം കമ്പനി വന്നിട്ടുള്ള അതേ കളറും കാര്യങ്ങളും തന്നെയാണ്. അതിൽ നമ്മൾ വേറെ റീപെയിന്റിങ്ങോ കാര്യങ്ങളോ ആക്സിഡന്റ് ഒന്നും നമ്മള് വണ്ടിക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള കിലോമീറ്റർ തന്നെ ഓടിയിട്ടുള്ളൂ. അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല വണ്ടി. ഒരു 10-30,000 കിലോമീറ്ററോളായി വണ്ടി ഓടിയിട്ടുള്ളൂ. ഇപ്പൊ 2015 മോഡലല്ലേ ഇത്? 2015 മോഡല് ബൈക്കാണ്. അതായത് BS3 മോഡല് ബൈക്കാണ്. നമുക്കിതിൽ മൈലേജ് കുറച്ച് ഷോർട്ടാണ്, പക്ഷെ നല്ല പവർ ആയിരിക്കും വണ്ടി. മൈലേജ് കുറവാണ്. അതെ, പുള്ളിങ് ഉണ്ട്, പക്ഷെ മൈലേജ് കുറവാണ്. കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു 10-30ന്റെ ഉള്ളിലേക്ക് തന്നെ ഇപ്പൊ കിട്ടണുള്ളൂ. കുഴപ്പമില്ലാത്ത, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പവറും കാര്യങ്ങളെല്ലാം ഉണ്ട്. 200cc സെഗ്മെന്റില് കുഴപ്പമില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹാൻഡിൽ ബാർ മാറ്റിയിട്ടുണ്ട്? ഇല്ലല്ല, അതൊക്കെ കമ്പനിയുടെ തന്നിട്ടുള്ളതാണ്. വേറെ അതിൽ നമ്മൾ വേറെ മാറ്റങ്ങളൊന്നും കൂടുതൽ അഡീഷണൽ വരുത്തിയിട്ടൊന്നുമില്ല. പിന്നെ സ്വിച്ചസ് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതെ അതെ, അതൊക്കെ കവർ മാറ്റി ഒരു കുഷൻ വെച്ചിട്ട് നമ്മള് കുറച്ച് കുഷനും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളിപ്പോ ഈ 2 സീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ല, ഇതെല്ലാം നമുക്ക് ഷോപ്പിൽ കിട്ടും. ഇതിന്റെ സാധനങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ഷോപ്പുകളിൽ കിട്ടുന്നതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ചാലക്കുടി, തൃശ്ശൂര്, അതെ അതെ അതെ, പിന്നെ ബാൻഡഡൈസ് തൃശ്ശൂര്, അവിടുത്തെ ഷോറൂമിൽ നിന്നൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തത്. മിറേഴ്സ് കാര്യങ്ങളെല്ലാം അവിടെ നിന്നാണ്. തൃശ്ശൂര് അതിന്റെ ഷോറൂം ഉണ്ട്. ഇതൊക്കെയും കമ്പനി തന്നിട്ടുള്ളതാണ്. അതെല്ലാം കമ്പനി തന്നിട്ടില്ല. വേറെ നമ്മൾ ഇതിൽ മാറ്റങ്ങളൊന്നും വരുത്തില്ല. സൈലൻസറിലൊന്നും മാറ്റങ്ങൾ വരുത്തില്ല. എല്ലാം കമ്പനി തന്നിട്ടില്ല. അതിലൊന്നും നമ്മൾ വേറെ മോഡിഫിക്കേഷൻ നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടില്ല. ഇതും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടാൻ. ഓക്കെ ഓക്കെ. പിന്നെ അതെ അതെ, ഞാൻ തന്നെയാണ് ഉപയോഗിക്കാറ്. ഞാനും പിന്നെ എന്റെ അച്ഛനാണ് ഉപയോഗിക്കാറ്. വേറെ ആരും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. നാട്ടിലില്ലാത്തോണ്ട് ഈ പറഞ്ഞ അതെ അതെ. ഒരു സൂപ്പർ ബൈക്ക് പോലെ ഫീൽ ചെയ്യുന്നില്ലേ? അടിപൊളിയാണ് കാണുമ്പോ തന്നെ. നല്ല ഈ ഒരു കണ്ണൊക്കെ വെച്ചിട്ട് ഒരു ബൈക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് റൈഡ് പോയിട്ട് വരാം. അപ്പൊ നമുക്ക് ഓടിക്കാം.
ഇങ്ങനത്തെ ഒരു ബൈക്ക് ഞാൻ ആദ്യമായിട്ടാട്ടോ ഓടിക്കുന്നത്. നമ്മള് ഹാൻഡിൽ ഇങ്ങോട്ട് തിരിക്കുമ്പോഴല്ലോ ഒരു വേറൊരു ഫീല്. ഇങ്ങനത്തെ ഒരു ബൈക്ക് ഞാൻ ആദ്യമായിട്ടാട്ടോ ഓടിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാല്, നമ്മള് ഹാൻഡിൽ തിരിക്കുമ്പോണ്ടല്ലോ ഈ മാസ്ക് ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് ഹാൻഡിൽ തിരിക്കുമ്പോ ഈ വീല് മാത്രമാണ് തിരിയണുള്ളൂ. അത് എനിക്ക് നൈസ് ഒരു ഫീൽ കേട്ടോ. ഇപ്പൊ വരുന്ന ഒരുപാട് വണ്ടികൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഓടിച്ച കാരണം ഞാനൊന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് മാത്രം. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വണ്ടി പ്രാന്തന്മാർക്കും പ്രാന്തികൾക്കും ഈ വീഡിയോ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ, സ്റ്റേ ട്യൂൺ.